ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 5ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ അടിസ്ഥാന പാഠാവലിയാണ്. ഫസ്റ്റ് യൂണിറ്റ്, കളിയല്ല കളി എന്നുള്ള ഫസ്റ്റ് യൂണിറ്റിലെ 3ാമത്തെ ചാപ്റ്ററിന്റെ ക്ലാസ് ആണ് പന്ത് കളിക്കാൻ ഒരു പെൺകുട്ടി. ആദ്യത്തെ 2 പാഠത്തിന്റെ ക്ലാസ്സുകളും ചോദ്യോത്തരങ്ങളുടെ ക്ലാസ്സുകളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് 3ാമത്തെ പാഠമാണ് കേട്ടോ. പന്ത് കളിക്കാൻ ഒരു പെൺകുട്ടി എന്നാണ് നമ്മുടെ പാഠത്തിന്റെ പേര്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പാഠം സ്റ്റാർട്ട് ചെയ്യാം, എന്നിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഇവിടെ പാഠത്തിന്റെ ഒരു ഉള്ളടക്കം എന്ന് വെച്ചാൽ, ഒരു പെൺകുട്ടിക്ക് ഒരു കളി, അതായത് ആൺകുട്ടികളുടെ കളിയാണെന്ന് എല്ലാവരും കരുതുന്ന ഒരു കളി അല്ലേ, അതായത് എന്താ, ഫുട്ബോൾ കളിക്കാൻ ഒരു പെൺകുട്ടിക്ക് ആഗ്രഹം തോന്നുകയാണ്. പക്ഷെ അങ്ങനെയാണോ? ഇപ്പൊ ഇന്ന കളി ഇന്ന ആൺകുട്ടികളെ കളിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ പെൺകുട്ടികളെ കളിക്കാൻ പാടുള്ളൂ, അങ്ങനെ ഉണ്ടോ? ഇല്ല അല്ലെ, ആർക്ക് വേണമെങ്കിലും ഏത് കളി വേണമെങ്കിലും കളിക്കാം. അപ്പൊ ഇവിടെ എന്താ പറയണത്, അങ്ങനെയല്ല. ഒരു പെൺകുട്ടിക്ക് ഫുട്ബോൾ കളിക്കാൻ ആഗ്രഹമായി, പക്ഷെ ആ കുട്ടി എന്ത് ചെയ്യാണ്, ആൺകുട്ടികൾ ചേർന്ന് കളിയാക്കി കളിക്കാൻ സമ്മതിക്കാതിരിക്കുകയാണ് അല്ലെ. അപ്പൊ അതാണ് കളിയുടെ ഒരു നമ്മുടെ ഇവിടുത്തെ കഥയിലെ ഒരു ആശയം എന്ന് പറയുന്നത്, കഥയിലെ ഉള്ളടക്കം എന്ന് പറയുന്നത് കേട്ടോ. ഒരു പെൺകുട്ടിയുടെ കളിമോഹത്തിന്റെ കഥയാണ്. അപ്പൊ നമ്മുടെ പാഠത്തിന്റെ പേര് പന്ത് കളിക്കാൻ ഒരു പെൺകുട്ടി. പാഠം ഒരു തവണ വായിക്കാം, എന്നിട്ട് നമുക്ക് ചോദ്യോത്തരങ്ങൾ നോക്കാം കേട്ടോ. ഒരു വൈകുന്നേരം വീടിനടുത്ത മൈതാനത്ത് ഫുട്ബോൾ കളിക്കാൻ പോയപ്പോൾ അവിടെ പ്രകാശൻ ഉണ്ടായിരുന്നു. സത്യത്തിൽ അവന്റെ നേതൃത്വത്തിലാണ് കളി. ഉള്ളത് പറയാമല്ലോ, നല്ല 1ാം തരം കളിക്കാരനവൻ. ഓട്ടത്തിന് അസാധ്യ വേഗത, കണക്കുകൂട്ടാൻ പറ്റാത്ത മുന്നേറ്റ പാടവം. എന്നെ കണ്ടപാടെ അവൻ പറഞ്ഞു, മഞ്ഞക്കിളി ഗോളി നിന്നോ. എല്ലാവരും അത് കേട്ട് പൊട്ടിച്ചിരിച്ചു. മഞ്ഞക്കിളി എന്ന് വെച്ചിട്ട് എന്തുകൊണ്ട് പറയണത്, അന്ന് ആ ടീഷർട്ടിന്റെ കളർ മഞ്ഞ കളർ ആയിട്ടില്ല. അപ്പൊ കളിയാക്കിയിട്ട്, അതായത് ഇവിടെ എന്താണ്, ഈ പറയുന്ന മഞ്ഞക്കിളി എന്ന് പറഞ്ഞ ആ കുട്ടിയാണ് കഥ പറയുന്ന രൂപത്തിലാണ് നമുക്ക് പാഠമുള്ളത്. അപ്പൊ ആ കുട്ടി എന്താണ്, ആ കുട്ടിയുടെ പേരല്ല കേട്ടോ മഞ്ഞക്കിളി എന്നുള്ളത്, ആ കുട്ടിയെ കളിയാക്കി വിളിക്കുകയാണ് മഞ്ഞക്കിളി എന്ന്. അപ്പൊ അവനെ പിടിച്ചിട്ട് ഗോളിയാക്കി നിർത്തി കേട്ടോ. പ്രകാശനാണ് അപ്പൊ ടീമിന്റെ ഒരു ലീഡർ എന്ന് പറയുന്നത്. അപ്പൊ പ്രകാശൻ പിടിച്ചിട്ട് എന്ത് ചെയ്തു, അവനെ പിടിച്ച്, ഇപ്പൊ എല്ലാവരും കൂടെ മൈതാനത്ത് ഫുട്ബോൾ കളിക്കാൻ റെഡി ആവുകയാണ്. അപ്പൊ ഇവനെ പിടിച്ചിട്ട് എന്ത് ചെയ്തു, ഗോളിയാക്കി നിർത്തി. അപ്പൊ ഇവനെ മഞ്ഞക്കിളി എന്ന് വിളിച്ചപ്പോ എല്ലാവരും മറ്റു കൂട്ടുകാരൊക്കെ ചിരിക്കുകയാണ്. എനിക്ക് ഗോളി നിൽക്കാനായിരുന്നില്ല ഇഷ്ടം, കയറി കളിക്കാനായിരുന്നു. ഞാനും ഒരു ആൺകുട്ടിയല്ലേ. പക്ഷെ മൈതാനത്ത് പ്രകാശൻ പറയുന്നതാണ് നിയമം. പിടിക്കാവുന്ന 1-2 പന്തുകൾ ഞാൻ മനഃപൂർവ്വം വിട്ടുകളഞ്ഞു. അപ്പൊ എന്തുകൊണ്ടായിരിക്കും അവൻ അത് മനഃപൂർവ്വം, ഇപ്പൊ ഈ കഥ പറയുന്ന ഒരു ആൺകുട്ടിയെന്ന് മനസ്സിലായി അല്ലേ. അപ്പൊ അവൻ മനഃപൂർവ്വം ആ പന്തുകൾ വിട്ടുകളയാനുള്ള കാരണം എന്തായിരിക്കും? 1ാമത്തെ കാര്യം എന്താണ്, അവന് ഗോളി നിൽക്കാനായിരുന്നില്ല ആഗ്രഹം. എന്തായിരുന്നു? അതെ, മൈതാനത്ത് ഇറങ്ങി കളിക്കാനായിരുന്നു ആഗ്രഹം. പക്ഷെ അവനെ പിടിച്ച് ഗോളി നിർത്തിയത് അവൻ ഒട്ടും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൻ മനഃപൂർവ്വം എന്ത് ചെയ്തു, 1-2 പന്തുകൾ വിട്ടുകളഞ്ഞു അല്ലെ. അതോടെ അവൻ എന്റെ നേർക്ക് തിരിഞ്ഞു. അവൻ എന്ന് പറയുന്നത് ആരവിടെ, അതായത് പ്രകാശൻ. മഞ്ഞ്, നിന്റെ കൈ എന്താ, ഓട്ടക്കൈയാണോ? എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത് പ്രകാശൻ? അതായത് നീ എന്താ പന്തൊന്നും പിടിക്കുന്ന, എല്ലാം വിട്ടുകളയുന്നത് എന്ന ദേഷ്യത്തിലാണ് കേട്ടോ ചോദിക്കുന്നത്. ഓട്ടക്കൈയാണോ എന്ന് ചോദിക്കുന്നത്. ഞാനത് കേട്ടതായി നടിച്ചില്ല. അതായത് ഞാനത് കേട്ടതായി നടിച്ചില്ല എന്ന് വെച്ചാൽ എന്താ, അതായത് ഞാൻ കേട്ടതായിട്ട് ഭാവിച്ചില്ല. അടുത്ത പന്തും സ്വന്തം പോസ്റ്റിൽ കയറാൻ അനുവദിച്ചെന്ന് മാത്രം. അങ്ങനെ ഒരു ലോകകപ്പിൽ ജർമ്മനി ബ്രസീലിനെ പൊട്ടിച്ചതുപോലെ എതിർ ടീം ഞങ്ങളുടെ ടീമിനെ കൊട്ടയിൽ വാരി. ആഹാ, പ്രകാശൻ കലിതുള്ളി. പിന്നെ ഒരിക്കലും പ്രകാശൻ എന്നെ അവന്റെ ടീമിൽ എടുത്തില്ല. എന്നെ കാണുമ്പോഴേ അവൻ അമറും, മഞ്ഞക്കിളിയെ നിങ്ങൾ എടുത്തോ. എന്നാൽ എതിർ ടീമിൽ കളിക്കുമ്പോൾ ഗോൾ വഴങ്ങാതി. അപ്പം എന്താ പറയണത്, എന്താണ്, പ്രകാശൻ ചെയ്തു ശേഷം ഇവൻ ടീമിൽ എടുത്തേ ഇല്ല അല്ലെ. അതായത് ഞങ്ങളുടെ ടീമിനെ കൊട്ടയിൽ വാരി എന്ന് വെച്ചാൽ എന്താണ്, ഇവരുടെ ടീം തോറ്റുപോയി. അതോടുകൂടെ തന്നെ അവരെന്ത് ചെയ്തു, നമ്മുടെ മഞ്ഞക്കിളി എന്ന് പറഞ്ഞ കുട്ടിയെ എന്ത് ചെയ്യാൻ തുടങ്ങിയില്ല, അതിനുശേഷം ഒരു കളിക്കും കൂട്ടാതായില്ല. അവരുടെ ടീമില്, പ്രകാശിന്റെ ടീമില് കൂട്ടിയതേ ഇല്ല. അപ്പൊ എന്ത്, വേറെ ടീമുകാർക്ക് നിങ്ങൾ എടുത്തോളാൻ പറയും അല്ലെ. എന്നാൽ എതിർ ടീമിൽ കളിക്കുമ്പോൾ ഗോൾ വഴങ്ങാതിരിക്കാൻ എന്ത് ചെയ്യും, പരമാവധി ശ്രമിച്ചു. പ്രത്യേകിച്ചും പ്രകാശൻ ഷോട്ടുകൾ ഗോളാവാതിരിക്കാൻ ജാഗരൂകനായി. അതായത് എതിർ ടീമാണല്ലോ ഇപ്പൊ പ്രകാശൻ അല്ലെ. അപ്പൊ അവൻ അടിക്കുന്ന ഷോട്ടുകളൊന്നും ഗോളാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആരായിരുന്നു ശ്രദ്ധിച്ചത്, നമ്മുടെ ഈ മഞ്ഞക്കിളി ശ്രദ്ധിച്ചു അല്ലെ. അതുകൊണ്ട് പ്രകാശൻ പിന്നെയും കലിതുള്ളി പറയുന്നത് എന്തിനെയാ, ദേഷ്യപ്പെടുക കേട്ടോ. അപ്പൊ നിനക്ക് പന്ത് പിടിക്കാൻ അറിയാം. ഞാൻ അവന്റെ രോഷം കണ്ട് ഉള്ളിൽ ചിരിച്ചു. അങ്ങനെ ഇരിക്കെയാണ് സുമംഗല ഞങ്ങളുടെ മൈതാനത്ത് എത്തുന്നത്. വന്നപാടെ അവൾ ഒറ്റ ചോദ്യം, എന്നെയും കൂടി കളിക്കാൻ കൂട്ടുവോ? പ്രകാശൻ മാത്രമല്ല, ഞാനും പൊട്ടിച്ചിരിച്ചു. പെൺകുട്ടികളെ ഫുട്ബോൾ കളിക്കാൻ കൂട്ടാനോ? അവർക്ക് പറ്റിയ കളിയാണോ ഫുട്ബോൾ? നീ പോയി കഞ്ഞിയും കറിയും വെച്ചു കളിക്ക്. പ്രകാശൻ അതും പറഞ്ഞ് നിർത്താതെ ചിരിച്ചു. ഞാനും ഒത്ത ഒരു ആൺകുട്ടിയായി നിന്ന് സുമംഗലയെ കളിയാക്കി. സുമംഗലയുടെ അച്ഛൻ രത്നാകരൻ പഴയ ഫുട്ബോൾ താരമാണ്, കേരളത്തിന് വേണ്ടി കളിച്ചിട്ടുണ്ട്.
പിന്നീട് പരിക്കു പറ്റി കളം വിടേണ്ടി വന്നു. ഇപ്പോൾ പശുവിനെ പോറ്റിയും പാൽ വിറ്റുമാണ് ജീവിതം. ഒഴിവു സമയങ്ങളിൽ മുറ്റത്ത് അച്ഛനോടൊപ്പം സുമംഗല പന്ത് തട്ടാറുണ്ട്. ഇപ്പോൾ അവൾക്ക് മൈതാനത്ത് കളിക്കാൻ മോഹം. അതിമോഹമാണ് മോളെ എന്ന് ഞങ്ങൾ ആൺകുട്ടികൾ അവൾക്ക് മുന്നിൽ ആർത്തു. സങ്കടം തുളുമ്പിയ കണ്ണുകളോടെയാണ് സുമംഗല മൈതാനത്ത് നിന്ന് പോയത്. അന്ന് രാത്രി ഞാൻ അമ്മയോട് ഇക്കാര്യം എല്ലാം പറഞ്ഞു. അമ്മ അപ്പോൾ എന്നോട് ചോദിച്ചു, പെൺകുട്ടികൾ ഫുട്ബോൾ കളിക്കാൻ പാടില്ല എന്ന് നിന്നോട് ആരാ പറഞ്ഞേ? ശേഷം അമ്മ ലാപ്ടോപ്പിൽ പഴയ ലോകകപ്പ് വനിതാ ഫുട്ബോൾ മത്സരങ്ങൾ കാണിച്ചു തന്നു. ഞാൻ അവയെക്കുറിച്ച് വായിച്ചതും വീഡിയോസ് കാണുന്നതും ആദ്യമായാണ്. സ്ത്രീകളാണ് കളിക്കുന്നത് എന്ന് പലപ്പോഴും തോന്നുകയേയില്ല. മൈതാനത്ത് പന്തും മത്സരമേ ഉള്ളൂ. എല്ലാം ഉശിരൻ കളികൾ. കൂട്ടത്തിൽ ബ്രസീലിന്റെ മാർത്ത എന്ന താരത്തിന്റെ പ്രകടനം കണ്ട് ഞാൻ അന്തം വിട്ടുപോയി. അസ്ത്രം പോലെയാണ് മാർത്ത പന്തുമായി കുതിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്തു? എല്ലാരും കൂടെ കളിയാക്കിയിട്ട് സുമംഗലേനെ അതായത് പെൺകുട്ടികളുടെ കളിയല്ല ഫുട്ബോൾ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാരും കൂടെ കളിയാക്കിയിട്ട് എന്ത് ചെയ്തു? സുമംഗലേനെ മൈതാനത്ത് നിന്ന് ഓട്ടിച്ചു വിട്ടു അല്ലെ. അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? സുമംഗല കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോയി. അതിനുശേഷം എങ്ങോട്ട് പോയി? കാരണം സുമംഗലയ്ക്ക് കളിക്കാൻ അറിയില്ലെങ്കിലും സുമംഗലയുടെ അച്ഛൻ നല്ലൊരു ഫുട്ബോൾ കളിക്കാരനായിരുന്നു. അപ്പൊ സുമംഗല അച്ഛനോടൊപ്പം എന്ത് ചെയ്യാറുണ്ട്? ഇടയ്ക്ക് കളിക്കാറൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അവൾ മെല്ലെ മൈതാനത്ത് വന്ന് കളിക്കാൻ വരികയാണ്. പക്ഷെ എല്ലാരും കൂടെ എന്ത് ചെയ്യാണ്? കളിയാക്കിയിട്ട് സുമംഗലേനെ തിരിച്ചയച്ചു. അപ്പൊ ഈ കാര്യമെല്ലാം എന്ത് ചെയ്യാണ്? നമ്മുടെ മഞ്ഞക്കിളി വീട്ടിലെത്തിയിട്ട് അമ്മയോട് പറയാണ് അല്ലെ. വീട്ടിലെത്തിയിട്ട് അമ്മയോട് പറയുന്ന സമയത്ത് അമ്മ എന്താ പറയാ? അമ്മ എന്ത് ചെയ്തു? ചെയ്തത് ശരിയാന്ന് പറഞ്ഞോ? ഇല്ല അല്ലെ. പെൺകുട്ടികൾ ഫുട്ബോൾ കളിക്കാൻ പാടില്ലെന്ന് ആരാ നിന്നോട് പറഞ്ഞിട്ട് അമ്മ വഴക്ക് പറയാണ്. മാത്രമല്ല അവൻ ചെയ്ത തെറ്റ് അവന് പറഞ്ഞ് മനസ്സിലാക്കിച്ചു അല്ലെ. ലാപ്ടോപ്പിൽ എന്ത് കാണിച്ചു കൊടുക്കണം? ഫുട്ബോൾ മത്സരം, അതായത് ലോകകപ്പ് വനിതാ ഫുട്ബോൾ മത്സരങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പൊ അതിലെ കളി കണ്ടപ്പോ അവൻ ആകെ അന്താളിച്ചു പോയി. അതായത് അന്തം വിട്ട് നിന്ന് പോയില്ല. അത്രയും വലിയ കളികളൊക്കെ അവൻ കണ്ടപ്പോ. മൈതാനത്ത് പന്തും മത്സരമേ ഉള്ളൂ. എല്ലാം ഉശിരൻ കളികൾ. കൂട്ടത്തിൽ ബ്രസീലിലെ മാർത്ത എന്ന താരത്തിന്റെ പ്രകടനം കണ്ട് ഞാൻ അന്തം വിട്ടുപോയി. അസ്ത്രം പോലെയാണ് മാർത്ത പന്തുമായി കുതിക്കുന്നത്. ഇന്ത്യയിലും പെൺകുട്ടികൾക്ക് ടൂർണമെന്റുകൾ ഉണ്ട്. കേരളം പലതവണ അതിൽ വിജയിച്ചിട്ടുമുണ്ട്. നിങ്ങളെ പോലുള്ള ആൺകുട്ടികൾ ഉണ്ടായാൽ ഭാവിയിൽ കേരളം ജയിക്കുമോ? എനിക്ക് സംശയമാ, അമ്മ പറഞ്ഞു. ഞാൻ ഒന്നും മിണ്ടിയില്ല. ഒന്നും ആൺകുട്ടികളുടെ കുത്തകയല്ല. അങ്ങനെ ചിന്തിക്കുന്നത് നല്ല ആൺകുട്ടികളുടെ ലക്ഷണവുമല്ല. അമ്മ പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നു. അമ്മ പത്രപ്രവർത്തകയാകാൻ തീരുമാനിച്ചപ്പോൾ പലരും ഇതുപോലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നത്രേ. അമ്മ വകവച്ചില്ല. പത്രപ്രവർത്തനം സ്ത്രീകൾക്കും വഴങ്ങുമെന്ന് അമ്മ വിവാഹിതയായപ്പോൾ അച്ഛനും അമ്മയെ പിന്തുണച്ചു. അപ്പൊ എന്താ പറയണത്? എന്താണ് മഞ്ഞക്കിളിയുടെ അമ്മ എങ്ങനെയാ? പത്രപ്രവർത്തകയാണ് അല്ലെ. അപ്പൊ അമ്മ പത്രപ്രവർത്തകയാകാന്ന് പറയുമ്പോഴും ഇതുപോലെ തന്നെ പലരും എന്ത് ചെയ്തു? പിന്തിരിപ്പിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. സ്ത്രീകളുടെ ജോലി മേഖലയല്ല പത്രപ്രവർത്തനം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വകവയ്ക്കാതെ നമ്മുടെ മഞ്ഞക്കിളിയുടെ അമ്മ എന്തായി? പത്രപ്രവർത്തകയായി. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരു മേഖല എന്ന് പറയുന്നത് ആണുങ്ങൾക്ക് മാത്രമാണ്, അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് മാത്രമാണ്, അല്ലെങ്കിൽ ഒരു മേഖല പെൺകുട്ടികൾക്ക് മാത്രമാണ്, അങ്ങനെ ഒന്നുമില്ല അല്ലെ. എല്ലാ മേഖലയും എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. അപ്പൊ അവിടെ എന്താ ചെയ്യുന്നത്? ഫുട്ബോൾ എന്ന് പറയുന്നത് പെൺകുട്ടികൾക്ക് അവകാശമില്ലാത്തൊരു മേഖലയാണ്, ആണുങ്ങളുടെ മേഖലയാണെന്നൊക്കെ തെറ്റിദ്ധരിച്ചിരുന്ന കുറച്ച് കുട്ടികളായിരുന്നു. അതിലൊരാളായിരുന്നു നമ്മുടെ മഞ്ഞക്കിളി. അപ്പൊ അവനോട് അമ്മ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, അങ്ങനെയൊന്നും അല്ല എന്നത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അവൻ അവന്റെ തെറ്റ് അവന് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. അക്കാര്യത്തിൽ മാത്രമേ എനിക്ക് നിന്നെക്കാൾ ഇഷ്ടം നിന്റെ അച്ഛനോടാ. അമ്മ ഉച്ചത്തിൽ ചിരിച്ചു. പിന്നെ സുമംഗലയെ കാണുമ്പോഴെല്ലാം ഞാൻ വിചാരിക്കും, എന്റെ അമ്മ ആഗ്രഹിച്ചത് അമ്മ നേടിയെടുത്തു. സുമംഗലയ്ക്കും അതിനൊക്കെ കഴിയേണ്ടതാണ്. ചിലപ്പോൾ മാർത്തയെ പോലെ മിന്നൽ വേഗത്തിൽ എതിർ പോസ്റ്റിലേക്ക് കുതിക്കുന്ന വലിയ താരമായി സുമംഗല വളർന്നാലോ? അങ്ങനെയാണെങ്കിൽ അമ്മ പറയും പോലെ ഞങ്ങൾ അക്രമമാണ് കാട്ടിക്കൂട്ടുന്നത്. അതല്ല, സുമംഗല മാർത്തയെ പോലെ വളർന്നില്ലെങ്കിലും അവൾക്ക് ഇഷ്ടപ്പെട്ട കളിയിൽ ഏർപ്പെടാൻ അവകാശമുണ്ട്. അവളും ഞങ്ങളെപ്പോലെ ഒരു കുട്ടിയാണ്. അമ്മ പറഞ്ഞത് ശരിയായ അർത്ഥം അതാണെന്ന് തോന്നുന്നു. എന്തോ ആർക്കറിയാം. എന്തായാലും സുമംഗല പെട്ടെന്ന് തോറ്റു പിന്മാറുന്ന ആളല്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. പിറ്റേന്നും അവൾ മൈതാനത്തെത്തി. പഴയ ചോദ്യം ആവർത്തിച്ചു. പ്രകാശൻ ഒരിക്കൽ കൂടെ ക്ഷുഭിതനായി വെച്ചെന്താ? ദേഷ്യപ്പെടുക കേട്ടോ. സുമംഗലയും വിടുന്നില്ല. ഇവരുടെ വഴക്ക് കാണുമ്പോൾ ഞാൻ സന്തോഷിക്കേണ്ടതാണ്. പക്ഷെ എനിക്ക് അന്ന് അത്ര സന്തോഷം വന്നില്ല. അപ്പൊ അപ്പൊ വീണ്ടും സുമംഗല എന്ത് ചെയ്യാണ്? കളിക്കാൻ ഞാനും വരട്ടെ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണ് അല്ലെ. അപ്പൊ നമ്മുടെ പ്രകാശൻ മാത്രം സമ്മതിക്കുന്നില്ല. പക്ഷെ നമ്മുടെ മഞ്ഞക്കിളി എന്ന് പറയുന്ന ഈ കഥാപാത്രം, നമ്മുടെ ഈ കഥയിലെ പ്രധാന കഥാപാത്രമായ കുട്ടിക്ക് എന്ത് ചെയ്യുന്ന കാര്യം മനസ്സിലായില്ലേ? അങ്ങനെയല്ല, ഒരു മേഖലയും ഒരാൾക്ക് മാത്രം, അല്ലെങ്കിൽ ആണുങ്ങൾക്ക് മാത്രം, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മാത്രം, അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് മാത്രം, അങ്ങനെയില്ല. എല്ലാ മേഖലയും എല്ലാവർക്കും ഉള്ളതാണ്. നമ്മുടെ ഈ കഥയിലെ കുട്ടിക്ക് കാര്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അവനെ അമ്മ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിച്ചു. ഈ കഥ എഴുതിയിരിക്കുന്നത് ആരാണ്? കലവൂർ രവികുമാറിന്റെ കഥയാണ് കേട്ടോ ഇത്. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? പാഠത്തിലെ ചോദ്യോത്തരങ്ങൾ നോക്കാം.
ഫസ്റ്റ് തന്നെ കഥ ഉറക്കെ വായിക്കാനാണ് പറയുന്നത്. 4 or 5 ഗ്രൂപ്പായി തിരിഞ്ഞ് ഗ്രൂപ്പിൽ ഓരോരുത്തരായി മാറി മാറി കഥ വായിച്ച് പൂർത്തിയാക്കൂ. തുടർന്ന് ഒരു ഗ്രൂപ്പിൽ നിന്ന് ഒരു കുട്ടി, അടുത്ത ഗ്രൂപ്പിൽ നിന്ന് മറ്റൊരു കുട്ടി എന്ന ക്രമത്തിൽ എല്ലാ ഗ്രൂപ്പും ചേർന്ന് ക്ലാസ്സിൽ പൊതുവായി കഥ വായിക്കണം. വായന കൂടുതൽ നന്നാവാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയൂ. എന്തൊക്കെയാ വായന നന്നാവാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? എന്തൊക്കെ ശ്രദ്ധിക്കണം? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഒരു കാര്യം വായിക്കുന്ന സമയത്ത് ഒരുപാട് ഉറക്കെ ആവരുത്, എന്നാൽ കേൾക്കാത്ത രീതിയിൽ പതുക്കെ ആവരുത് അല്ലേ. കാരണം എന്താ, നമ്മുടെ ഒരു ക്ലാസ്സിൻ്റെ ഒരു ചിലപ്പോൾ ചെറിയ ക്ലാസ് മുറി ആയിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് വലിയ ക്ലാസ് മുറിയൊക്കെ ആണെങ്കിൽ അത്യാവശ്യം അവസാനത്തെ ബെഞ്ചിൽ ഇരിക്കുന്ന ആൾക്ക് കൂടെ കേൾക്കുന്ന രീതിയിൽ വേണം കഥ അല്ലെങ്കിൽ എന്താണെങ്കിലും വായിക്കാൻ. എന്ന് വെച്ചിട്ട് ഒരുപാട് സൗണ്ടിൽ വായിക്കണമെന്നല്ല, ആ അവസാനം ഇരിക്കുന്ന ആൾ കൂടെ കേൾക്കുന്ന രൂപത്തിൽ വേണം വായിക്കണമെങ്കിൽ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ പറയുന്നത്, ഒരുപാട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, സ്പീഡിൽ വായിച്ചു പോകാൻ പാടില്ല അല്ലെ. ഇപ്പൊ നമ്മളിപ്പോ ക്ലാസ് ഒക്കെ എടുക്കുന്ന സമയത്ത് പലരും പറഞ്ഞിട്ട് സ്പീഡ് ആവുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് വേറെ വഴിയില്ല. കാരണം ഒരുപാട് വീഡിയോ ഒരുപാട് ലെങ്ത് ആവുന്നു എന്ന് പറയുന്നതുകൊണ്ടാണ് നമ്മൾ കുറച്ച് സ്പീഡിൽ പോകുന്നത്. പക്ഷെ നമ്മൾ ക്ലാസ്സിലൊക്കെ ഒരു കഥ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കവിത ചൊല്ലുമ്പോൾ ഒരുപാട് അങ്ങോട്ട് സ്പീഡിൽ വായിച്ചു പോവാതെ നിർത്തി നിർത്തി ആ ഫുൾ സ്റ്റോപ്പ് ഉള്ളിടത്തൊക്കെ നിർത്തി 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 വായിക്കുക. മനസ്സിലായല്ലോ? അപ്പൊ അതിന് കുറച്ചുകൂടി കേൾക്കുന്ന ആൾക്കാർക്ക് കാര്യം കുറച്ചുകൂടെ വൃത്തിയായിട്ട് അത് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഉച്ചാരണം അല്ലെ. correct ആയിട്ട് വാക്കുകൾ ശ്രദ്ധിച്ച് നല്ല സ്പഷ്ടമായി ഉച്ചരിച്ച് വായിക്കുക. അങ്ങനെ കടകടാന്ന് എല്ലാം കൂടെ വായിച്ചു പോവാതെ നല്ല വൃത്തിയായിട്ട് നിർത്തി വായിക്കുക കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് വായന കൂടുതൽ നന്നാവാൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇത് രണ്ടും കാര്യം പ്രധാനമായി നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മൾ വായിക്കുന്നത് കുറച്ചൊക്കെ നല്ല വൃത്തിയാവും. അപ്പൊ എന്ത് ചെയ്യുക, ക്ലാസ് കഥ വായിക്കാനാണ് പറയുന്നത് കേട്ടോ. ഒന്നാമത്തെ പ്രവർത്തനം. അടുത്തത് രസകരമായ പ്രയോഗങ്ങൾ. മഞ്ഞ നിന്റെ കൈയെന്താ ഓട്ടക്കൈയാണോ? ശരിക്കും മഞ്ഞയുടെ കയ്യിൽ ഓട്ടയുണ്ടോ? എന്നിട്ട് പ്രകാശൻ ഇങ്ങനെ പറഞ്ഞതിന്റെ കാരണം എന്തായിരിക്കും? ചർച്ച ചെയ്യൂ. ഇത്തരം വാക്യങ്ങൾ കഥയിൽ ഇനിയും ഒളിച്ചിരിപ്പുണ്ടോ കണ്ടെത്തൂ. ശരിക്കും മഞ്ഞയുടെ കയ്യിൽ ഓട്ടയുണ്ടോ? ഇല്ല. എന്നിട്ട് പ്രകാശൻ അങ്ങനെ പറയാൻ കാരണം എന്താ? അതിന് ഉത്തരമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മഞ്ഞയുടെ കയ്യിൽ ശരിക്കും ഓട്ടയില്ല. ഗോളിയായി നിന്നപ്പോൾ പന്ത് വിട്ടുകളഞ്ഞത് കൊണ്ടാണ് പ്രകാശൻ അങ്ങനെ ചോദിക്കുന്നത്. ഗോളി ആകാൻ താല്പര്യമില്ലാതിരുന്ന മഞ്ഞക്കിളിയെ ഗോളിയാക്കിയത് പ്രകാശനാണ്. ആ ദേഷ്യം കാരണമാണ് മഞ്ഞ പന്തുകൾ മനഃപൂർവ്വം വിട്ടുകളഞ്ഞത്. ഇത് കണ്ട് ദേഷ്യം വന്ന് പ്രകാശൻ നിന്റെ കൈ എന്താ ഓട്ടക്കൈയാണോ എന്ന് ചോദിക്കുകയാണ്. എന്തെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി പോകുമ്പോൾ ഈ പ്രയോഗം ഉപയോഗിക്കാറുണ്ട്. ഇതുപോലെയുള്ള മറ്റു വാക്യങ്ങൾ നമ്മുടെ കഥയിൽ ഇനിയുണ്ട് കേട്ടോ. അതിനുള്ള ഉദാഹരണം ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ഉദാഹരണമാണിത്. അസ്ത്രം പോലെയാണ് മാർത്ത പന്തുമായി കുതിക്കുന്നത് എന്ന് പറയുന്നത് അല്ലെ. പിന്നെ അതിന്റെ അർത്ഥം എന്താ? ബ്രസീലിന്റെ മാർത്ത എന്ന കളിക്കാരിയുടെ, അത് കളിക്കാരുടെ എന്നല്ല കേട്ടോ, കളിക്കാരിയുടെ വേഗതയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ചോദ്യം, മകനോട്. ഒന്നും ആൺകുട്ടികളുടെ കുത്തകയല്ല. അങ്ങനെ ചിന്തിക്കുന്നത് നല്ല ആൺകുട്ടികളുടെ ലക്ഷണവുമല്ല. അമ്മയുടെ ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു കുറിപ്പായിട്ട് എഴുതാനാണ് പറയുന്നത്. ശരിയല്ലേ? അമ്മയുടെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. പന്ത് കളിക്കാൻ ആഗ്രഹിച്ച് മൈതാനത്തെത്തിയ സുമംഗലയോട് പെൺകുട്ടികളെ ഫുട്ബോൾ കളിക്കാൻ കൂട്ടാനോ? അവർക്ക് പറ്റിയ കളിയാണോ ഫുട്ബോൾ? നീ പോയി കഞ്ഞിയും കറിയും വെച്ച് കളിക്ക് എന്ന് പറഞ്ഞ് പ്രകാശനും കൂട്ടുകാരും കളിയാക്കി ചിരിച്ചു. വീട്ടിൽ വന്ന് കളിക്കളത്തിലെ സംഭവങ്ങൾ വിവരിച്ചപ്പോൾ മകനോട് അമ്മ അവർ ചെയ്ത തെറ്റെന്താണെന്ന് പറഞ്ഞു കൊടുത്തു. ഇവിടെ മകൻ എന്ന് പറയുന്നത് നമ്മുടെ മഞ്ഞക്കിളിയാണ്. അമ്മ പെൺകുട്ടികൾക്ക് ഫുട്ബോൾ കളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് ആരാണെന്ന് ചോദിക്കുന്നു. അമ്മ അവന് ലോകകപ്പിലെ വനിതാ ഫുട്ബോൾ മത്സരങ്ങൾ കാണിച്ചു കൊടുക്കുന്നു. പെൺകുട്ടികൾക്കും ഫുട്ബോൾ കളിക്കാൻ കഴിയും, അതിനുള്ള അവകാശമുണ്ട്. പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകളും ഇന്ന് എല്ലാ മേഖലയിലും കഴിവ് തെളിയിക്കുന്നുണ്ട്. അടുത്ത ചോദ്യം, മഞ്ഞക്കിളിയുടെ ഡയറി. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. മഞ്ഞക്കിളി തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. അവന് ഉറക്കം വന്നതേയില്ല. അന്നത്തെ സംഭവങ്ങൾ ഓരോന്നായി അവന്റെ മനസ്സിൽ മിന്നിമറിഞ്ഞു. അവൻ തന്റെ ഡയറി കയ്യിലെടുത്ത് എഴുതാൻ തുടങ്ങി. മഞ്ഞയുടെ അന്നത്തെ ഡയറി കുറിപ്പ് എങ്ങനെയായിരിക്കും? എഴുതി നോക്കൂ. എന്നത്തെ ഡയറി കുറിപ്പാണ്? നമ്മുടെ സുമംഗലിനെ ആദ്യമായിട്ട് കളിയാക്കി പറഞ്ഞു വിട്ടില്ലേ, അന്നേ ദിവസത്തെ ഡയറി കേട്ടോ. അപ്പൊ ഡയറി എഴുതുമ്പോൾ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം? തീയതി ദിവസം എഴുതുക കേട്ടോ. തീയതി മാത്രം എഴുതിയപ്പോൾ നമ്മളോട് ദിവസം വിട്ടുപോയിട്ടുണ്ട്. നമ്മളിപ്പോ തിങ്കളാഴ്ചയാണെങ്കിൽ തിങ്കളാഴ്ച, അല്ലെങ്കിൽ ചൊവ്വാഴ്ച, അങ്ങനെ ദിവസം കൂടെ എഴുതിയാൽ കുറച്ചും കൂടി correct ആയി. തീയതി എഴുതാൻ വിട്ടുപോകരുത് കേട്ടോ. കമ്പൽസറി ആയിട്ട് തീയതി എഴുതണം, ദിവസം എഴുതുക. ഇന്നത്തെ ദിവസം അത്ര നല്ലതല്ലായിരുന്നു. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. എന്നിട്ടും എനിക്ക് കിടന്നുറങ്ങാൻ കഴിയുന്നില്ല. ഇന്ന് മൈതാനത്ത് നടന്ന കാര്യങ്ങൾ ഓർക്കുമ്പോൾ എനിക്ക് ഉറക്കമേ വരുന്നില്ല. സുമംഗല എന്ന പെൺകുട്ടിയെ കളിയാക്കാൻ ഞാനും കൂട്ടുനിന്നു എന്ന കുറ്റബോധം എൻ്റെ ഉള്ളിലുണ്ട്.
പെൺകുട്ടികൾക്കും ഫുട്ബോൾ കളിക്കാനുള്ള അവകാശമുണ്ടെന്ന് അമ്മ പറഞ്ഞത് എത്ര ശരിയാണ്. അമ്മയുടെ വാക്കുകൾ എൻ്റെ മനസ്സിൽ ആഴത്തിലാണ് തറഞ്ഞത്. പെൺകുട്ടികൾ പങ്കെടുത്ത വലിയ മത്സരങ്ങൾ അമ്മ കാണിച്ചു തരികയും ചെയ്തു. സുമംഗലിയുടെ അച്ഛൻ വലിയ ഫുട്ബോൾ കളിക്കാരനായിരുന്നു. അതുകൊണ്ടായിരിക്കാം അവൾക്കും കളിക്കാൻ ആഗ്രഹമുണ്ടായത്. ഇനി കാണുമ്പോൾ സുമംഗലിയോട് ക്ഷമ ചോദിക്കണം. ഓക്കെ, ഒരു ചെറിയൊരു ഡയറിയാണ് അല്ലേ. അടുത്ത ചോദ്യം, നമ്മുടെ ക്ലാസ് കായികോത്സവം. ടോമോയിലെ കായികമേളയെ കുറിച്ച് മനസ്സിലാക്കിയല്ലോ. എല്ലാവരെയും പങ്കെടുപ്പിച്ച് നമുക്കും ഒരു കായികമേള നടത്തിയാലോ? എന്തെല്ലാം ഒരുക്കങ്ങൾ വേണം? ഏതെല്ലാം ഇനങ്ങൾ ഉൾപ്പെടുത്തണം? എവിടെ വെച്ച് നടത്തണം? ആവശ്യമായ പ്രചാരണം എങ്ങനെയെല്ലാം? വിജയികൾക്ക് സമ്മാനങ്ങൾ വേണ്ടേ? ഇപ്പൊ എന്തൊക്കെയായിരിക്കണം മേളയിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം? കായികമേളയ്ക്ക് മുന്നോടിയായി ആദ്യം വേണ്ടത് ഒരു സംഘടക സമിതി രൂപീകരണമാണ്. സംഘടക സമിതി അംഗങ്ങളാണ് കായികമേളയുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കേണ്ടത്. പ്രസിഡന്റ്, സെക്രട്ടറി തുടങ്ങിയ സ്ഥാനങ്ങളിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കണം. കായികമേള എന്ന് നടത്തണം, നടത്തേണ്ട ദിവസം, ആര് ഉദ്ഘാടനം ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ തീരുമാനിക്കണം. പിന്നെയോ ഓട്ടം, ലോങ് ജമ്പ്, ഹൈ ജമ്പ്, ബാസ്കറ്റ്ബോൾ, വോളിബോൾ, റിലേ, കബഡി തുടങ്ങിയ ഇനങ്ങളെല്ലാം അതിൽ ഉൾപ്പെടുത്താം. സ്കൂൾ മൈതാനത്ത് സൗകര്യമുണ്ടെങ്കിൽ അവിടെ നടത്താം. അല്ലെങ്കിൽ പൊതുകളി ഇടങ്ങൾ തിരഞ്ഞെടുത്ത് ബന്ധപ്പെട്ടവരുടെ അനുവാദത്തോടെ അവിടെ നടത്താം. നോട്ടീസ്, പോസ്റ്റർ, ബാനർ, വാട്സപ്പ് ഗ്രൂപ്പ് വഴി പ്രചാരണം നടത്താം. അടുത്തത് നോട്ടീസ് തയ്യാറാക്കാമാണ്. നോട്ടീസിൽ എന്തെല്ലാം ഉൾപ്പെടണം? അപ്പൊ നമ്മൾ ഒരു ഉദാഹരണമായിട്ട് നോട്ടീസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെ വേണം നോട്ടീസിൽ? തീർച്ചയായിട്ടും എന്താണോ വിഷയം, ഇപ്പൊ ഇവിടെ നമ്മൾ ഉദാഹരണം കായികോത്സവം 2025 ആണെങ്കിൽ അത് എന്താണോ വിഷയം എന്താണോ കുറച്ച് വലുതാക്കിയിട്ട് ഹെഡിങ് ആയിട്ട് കൊടുക്കണം, തലക്കെട്ടായിട്ട് ഹെഡിങ് ആയിട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ ഈ പോസ്റ്റർ അല്ലെങ്കിൽ നമ്മൾ പോസ്റ്റർ അല്ല നോട്ടീസ്, ഈ നോട്ടീസ് ആർക്കാണോ കൊടുക്കുന്നത് അവര് അഭിസംബോധന ചെയ്യണം. ഇപ്പൊ നാട്ടുകാർക്ക് കൊടുക്കാനാണെങ്കിൽ പ്രിയപ്പെട്ട നാട്ടുകാരെ, അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം? പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ ഈ നോട്ടീസ് ആർക്കാണോ നമ്മൾ കൊടുക്കുന്നത്, ഒരാൾക്കല്ല. നമ്മൾ എന്തിനാ നോട്ടീസ് അടിക്കുക? ഒരുപാട് ആൾക്കാർക്ക് ഒരു വിഷയം ഒരുപാട് പേരിലേക്ക് എത്തിക്കാനാണ് നമ്മൾ നോട്ടീസ് അടിക്കുക. അപ്പൊ നമ്മൾ എന്തായാലും ഒരാളെ, അല്ലെങ്കിൽ പ്രിയപ്പെട്ട അമ്മു, അല്ലെങ്കിൽ പ്രിയപ്പെട്ട അശ്വിൻ, അങ്ങനെ ഒരാളെ നമ്മൾ എന്ത് ചെയ്യില്ല, അവിടെ അഭിസംബോധന ചെയ്യില്ല. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെയാണ് നമ്മൾ അഭിസംബോധന ചെയ്യുക അല്ലെ. അപ്പൊ പ്രിയപ്പെട്ട നാട്ടുകാരെ അല്ലെങ്കിൽ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അങ്ങനെ നമ്മൾ ഇവിടെ എന്തിരിക്കുന്നു? മാന്യരെ. അതെന്താണ്? ഒരു അഭിസംബോധനയാണ്. എല്ലാവരും കൂടെ ചേർത്തിട്ട് നമ്മൾ വിളിക്കുകയാണ് മാന്യരെ. ഗവൺമെന്റ് യു പി സ്കൂൾ പാലക്കാട് കായികമേള 2025 ഒക്ടോബർ 11, 12, 13 തീയതികളിൽ നടക്കുന്നു. നഗരസഭ അധ്യക്ഷ ഒക്ടോബർ 11 കായികമേള ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് സ്കൂൾ മൈതാനത്ത് കായിക മത്സരങ്ങൾ അരങ്ങേറും. 13/10/2025 തീയതി നടക്കുന്ന സമാപന സമ്മേളനത്തിൽ മത്സരത്തിൽ വിജയിച്ചവർക്ക് സമ്മാന വിതരണം നടത്തും. ഇതൊരു ഉദാഹരണമാണ് കേട്ടോ. ഇതെല്ലാം നോട്ടീസ് എന്ന് പറയുന്നത്. നമ്മൾ എന്താ മെയിൻ ആയിട്ട് എഴുതേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ തലക്കെട്ട് ഉണ്ടായിരിക്കണം, ആദ്യം അഭിസംബോധന ചെയ്തിരിക്കണം, നമ്മൾ എന്തിനാണോ നോട്ടീസ് തയ്യാറാക്കുന്നത് അതൊരു വിഷയമായിട്ട് എഴുതുക. ഒരു 2, 3, 4 സെന്റൻസിൽ വിഷയം എഴുതിയിട്ട് അതിനുശേഷം എന്താണ് അവിടെ ആരെങ്കിലും ഉദ്ഘാടനം തീയതി എഴുതണം. ഓക്കെ, തീയതി എഴുതുക. അത് ആ വിഷയം എവിടെ നടത്തുന്ന പരിപാടിയാണെങ്കിൽ ആ തീയതി, സമയം, അതേപോലെ തന്നെ സ്ഥലം എഴുതണം. പിന്നെ എന്താണ്, നിങ്ങൾക്ക് പരിപാടികൾ ഉണ്ടെങ്കിൽ ആ പരിപാടികളുടെ ലിസ്റ്റ് എഴുതാം. ഇന്ന പരിപാടികൾ ഉണ്ടാവും, ഇന്ന തീയതികൾ ഇന്ന പരിപാടി നടത്തുന്നുണ്ടായിരിക്കും. മുന്നോടിയായിട്ട് പേര് കൊടുക്കണമെങ്കിൽ അത് എവിടെ കൊടുക്കണം എന്നുള്ള ഡീറ്റെയിൽസ് എഴുതാം. അവസാനം നമ്മൾ എന്ത് എഴുതണം? ഈ നോട്ടീസ് ആരാണോ തയ്യാറാക്കുന്നത്, സെക്രട്ടറി ആണെങ്കിൽ സെക്രട്ടറി, അല്ലെങ്കിൽ എന്താണ് സ്കൂൾ ലീഡർ ആണെങ്കിൽ സ്കൂൾ ലീഡർ, അങ്ങനെ ആരാണോ നമ്മുടെ നോട്ടീസ് തയ്യാറാക്കുന്നത് അവരുടെ പേര് എഴുതുക. ഓക്കെ, ഇത്രയുമാണ് എന്ത് ചെയ്യേണ്ടത്? ഒരു നോട്ടീസിൽ ആവശ്യമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള സാധാരണ ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ കേട്ടോ. പോസ്റ്റർ നിർമ്മാണം. അടുത്തത് പോസ്റ്റർ ആണ് പറയുന്നത്. പോസ്റ്ററിൽ എന്തെല്ലാം വേണം? ഡിജിറ്റൽ പോസ്റ്റർ നിർമ്മിക്കാമല്ലോ. അപ്പോൾ നമ്മൾ നോട്ടീസിനെ കുറിച്ച് പറഞ്ഞു. ഇനി പോസ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ നോട്ടീസിലെ പോലെ ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പോസ്റ്ററിൽ ആവശ്യമില്ല. വളരെ ചുരുങ്ങിയ വാക്യങ്ങൾ മാത്രം മതി. അട്രാക്റ്റീവ് ആയിരിക്കണം. കുറച്ച് ഇപ്പൊ എന്തെങ്കിലും വിഷയം എന്താണ്, മരം മുറിക്കുന്നതിനെ കുറിച്ചാണ്, മരം മുറിക്കരുത് എന്നാണ് നമ്മുടെ വിഷയമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചിത്രങ്ങളൊക്കെ ഉൾപ്പെടുത്താം, ചിത്രങ്ങളൊക്കെ വരയ്ക്കാം. വളരെ നല്ല നമുക്ക് വായിക്കും 2, 3 സെന്റൻസുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കോട്ടിങ്സ് പോലെ 2, 3 സെന്റൻസുകൾ അതിൽ ഉൾപ്പെടുത്തിയാൽ മതി. വളരെ കുറച്ച് സെന്റൻസുകൾ ഉൾപ്പെടുത്തിയാൽ മതി. സമയം, തീയതി, അങ്ങനത്തെ കാര്യങ്ങളൊന്നും പോസ്റ്ററിൽ ആവശ്യമില്ല.
വളരെ ചെറുത് നമ്മൾ നോട്ടീസിനെ വെച്ച് നോക്കുന്ന സമയത്ത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയാൽ മതി. പക്ഷെ നല്ല അട്രാക്റ്റീവ് ആയിരിക്കണം. നോട്ടീസിനെക്കാളും അട്രാക്റ്റീവ് ആയിട്ടായിരിക്കണം നമുക്ക് പോസ്റ്റർ നിർമ്മിക്കേണ്ടത്. ഇവിടെ എന്താണ് പോസ്റ്റർ നിർമ്മിക്കേണ്ടത് വിഷയമൊക്കെ നമുക്ക് നിങ്ങൾക്ക് ടീച്ചർ പറഞ്ഞു തരും. അപ്പൊ ഡിജിറ്റൽ പോസ്റ്ററുകൾ നിർമ്മിക്കാനാണ് പറയുന്നത്. ഗ്രൂപ്പുകൾ തിരിഞ്ഞ് നോട്ടീസും പോസ്റ്ററും ഡിജിറ്റൽ പോസ്റ്ററും തയ്യാറാക്കുക. സ്കൂളിലും പുറത്തും ഉചിതമായ സ്ഥലത്ത് പ്രദർശിപ്പിക്കണേ. ക്ലാസിന്റെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഡിജിറ്റൽ പോസ്റ്ററുകളും പങ്കിടാം. ഓക്കെ, നെക്സ്റ്റ് ദൃക്സാക്ഷി വിവരണമാണ്. 2-3 കുട്ടികൾ ചേർന്ന് കായികമേളയുടെ തത്സമയ വിവരണം നടത്തൂ. ഇതെല്ലാം കായികമേളയുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഈ നോട്ടീസ്, പോസ്റ്റർ, ദൃക്സാക്ഷി വിവരണം ഒക്കെ കായികമേളയുമായി റിലേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പൊ 2-3 കുട്ടികൾ ചേർന്ന് കായികമേളയുടെ തത്സമയ വിവരണം നടത്തൂ. ഇത് റെക്കോർഡ് ചെയ്ത് ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും കേൾക്കാനുള്ള അവസരവും വേണം. അപ്പൊ നിങ്ങൾ നടത്തുന്ന കായികമേളയ്ക്ക് ദൃക്സാക്ഷി വിവരണം നിങ്ങൾ ചെയ്യുന്നത് പ്രസന്റ് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. അത് റെക്കോർഡ് ചെയ്ത് പ്രസന്റ് ചെയ്യാനാണ്. ടീച്ചർ പറയുമ്പോൾ ചെയ്യുക. അടുത്തത് ഞങ്ങളുടെ രചനാ ശില്പശാല കളി, സൗഹൃദം, സ്നേഹം എന്നിവ ആവിഷ്കരിക്കുന്ന കഥകളും കവിതകളും അനുഭവങ്ങളുമാണ് നിങ്ങൾ പഠിച്ചത് അല്ലെ നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിൽ അല്ലെ. ഇതേ ആശയങ്ങൾ കഥയായും കവിതയായും ചിത്രങ്ങളായും ആവിഷ്കരിക്കാൻ കഴിയില്ലേ? തീർച്ചയായിട്ടും. ക്ലാസ്സിൽ എല്ലാവരും പങ്കെടുക്കുന്ന ഒരു രചനാ ശില്പശാല നടത്തണം. തയ്യാറാക്കിയ രചനകൾ മെച്ചപ്പെടുത്തി ക്ലാസ്സിൽ അവതരിപ്പിക്കണം. അപ്പൊ എന്താണ് ഇതുപോലെ കളിയും സൗഹൃദവും സ്നേഹവും ഒക്കെ ബന്ധപ്പെട്ടുള്ള കഥകളും കവിതകളും അനുഭവങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? അവതരിപ്പിക്കുക, എഴുതുക. എന്നിട്ട് അതെല്ലാം കൂടി ഒരു രചനാ ശില്പശാലയായിട്ട് ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറയുന്നത്. ആ രചനകളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് അവതരിപ്പിക്കാനാണ് പറയുന്നത്. അടുത്തത് കളിപ്പതിപ്പാണ്. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ കളി അനുഭവങ്ങൾ, വരച്ച ചിത്രങ്ങൾ, നിങ്ങളുടെ വിവിധ അവതരണങ്ങളുടെയും കായികമേളയുടെയും ഫോട്ടോകൾ, നോട്ടീസ്, വിവിധ പഠന പ്രവർത്തനങ്ങളിൽ ഉണ്ടായ കുറിപ്പുകൾ, രചനകൾ എന്നിവയെല്ലാം ചേർത്ത് ഒരു കളി പതിപ്പ് തയ്യാറാക്കുക. മനസ്സിലായല്ലോ? അതെന്ത് ചെയ്യുക? സ്കൂൾ അസംബ്ലിയിൽ പ്രകാശനം ചെയ്യുമല്ലോ. ഒരു കളി പതിപ്പാണ് തയ്യാറാക്കേണ്ടത്. ഒന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒരു കളിപ്പതിപ്പ് തയ്യാറാക്കുക. അടുത്തത് വായനശാല സന്ദർശിക്കാം. അടുത്തുള്ള വായനശാല സന്ദർശിച്ച് കുട്ടികളുമായി ബന്ധപ്പെട്ട മാസികകളും പുസ്തകങ്ങളും കണ്ടെത്തി വായിക്കൂ. വായനശാല നിങ്ങളുടെ സ്കൂളിൽ തന്നെ നമ്മുടെ ലൈബ്രറി ഉണ്ടാവും അല്ലെ. അവിടെ തന്നെ ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടാവും. അപ്പൊ പല ഇതുപോലുള്ള നമ്മുടെ കളികളെ കുറിച്ചിട്ടും അതേപോലെ തന്നെ സൗഹൃദം ഒക്കെ ബന്ധപ്പെട്ടുള്ള ഒരുപാട് പുസ്തകങ്ങളൊക്കെ ഉണ്ടാവും. കണ്ടെത്തിയിട്ട് വായിക്കുക. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ പാഠത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി എന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.